ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. നമ്മളൊരു റെസ്റ്റോറന്റിലോ വിനോദസഞ്ചാര കേന്ദ്രത്തിലോ പോയാൽ ഉടൻ ലൊക്കേഷൻ ടാഗ് ചെയ്ത് ഫോട്ടോ ഇടാറുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. എത്ര പേർ വിശ്വസിക്കും? അതായത് പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി താമസിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് നല്ല ഫോട്ടോകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഞങ്ങളിവിടെ പൊളിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്, അതിൽ നിന്നും ഒന്ന് രണ്ട് പേര് തിരിച്ച് മറുപടി വിട്ടു, നിങ്ങൾ അവിടെ പൊളിക്കുക, ഞങ്ങൾ ഇവിടെയും പൊളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. പക്ഷേ ആ മറുപടി ഇട്ടവർ കള്ളന്മാരായിരുന്നു. അവർ രാത്രി ആ വീട്ടിൽ ചെന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറി ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇത് മാത്രമാണ് അവർക്ക് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയ ഗുണം. ലൊക്കേഷൻ ടാഗ് ചെയ്ത് ചിത്രങ്ങൾ അയക്കുന്നത് നിങ്ങൾ വീട്ടിലില്ല എന്ന് മോഷ്ടാക്കളോട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണിത്. അവരെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യം. നിങ്ങളെ തിരയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇടുന്ന ഫോട്ടോ അവരുടെ ജോലി എളുപ്പമാക്കി കൊടുക്കും. നിങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോയിൽ ആ ചിത്രം മാത്രമല്ല ഉള്ളത്, അതിൽ എക്സിറ്റ് ഡേറ്റ എന്നൊരു സാധനമുണ്ട്. ഈ ഫോട്ടോ എപ്പോൾ എടുത്തു, ഏത് ലൊക്കേഷനിൽ വെച്ചെടുത്തു, ഏത് ക്യാമറ ഉപയോഗിച്ചെടുത്തു, എന്തൊക്കെയായിരുന്നു സെറ്റിംഗ്സ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. സൈബർ ക്രിമിനലുകൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഈ ഡാറ്റ ധാരാളം മതി. നിങ്ങളൊരു രഹസ്യ യാത്ര പോയതാണെങ്കിൽ പോലും ഈ ഫോട്ടോ വഴി നിങ്ങളെ പിടികൂടാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പങ്കുവെക്കുമ്പോൾ ലൊക്കേഷൻ വിവരങ്ങൾ ഓഫ് ചെയ്തിടാൻ മറക്കും. ഇനി മറ്റൊന്ന്, നമ്മുടെ ഇടയിലുള്ള മറ്റൊരു ശീലമാണ് യാത്ര പോകുമ്പോൾ വിമാന ടിക്കറ്റോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമ ടിക്കറ്റോ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നത്. അതിലെ ബാർകോഡോ QR കോഡോ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, പാസ്പോർട്ട് വിവരങ്ങളൊക്കെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഇത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്കർമാരുടെ കയ്യിൽ നിഷ്പ്രയാസം എത്തും. പിന്നീട് ബാങ്ക് തട്ടിപ്പിനോ ഐഡന്റിറ്റി തെഫ്റ്റിനോ ഇത് ഉപയോഗിക്കാൻ കഴിയും. കഴിവതും ഇത്തരം ഷോകൾ കാണിക്കാതിരിക്കുക. ഷോ ഓഫ് കാണിക്കുമ്പോൾ സ്വന്തം അക്കൗണ്ട് കാലിയാകാതെ കൂടി നോക്കണം. ഇനി അറിയേണ്ടത്, ഒരു ചിത്രമോ ഒരു വീഡിയോ പകർത്തുന്നതിന് മുൻപ് ലഭിച്ചിരിക്കേണ്ട ഒരു അനുവാദത്തെക്കുറിച്ചാണ്, അതായത് കൺസെന്റ്. നമ്മളൊരു വിവാഹത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ചുറ്റുമുള്ളവരുടെ ഫോട്ടോയോ വീഡിയോ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു. ചിലർ സ്വാഭാവികമായി ചോദിക്കുന്നത് ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നാണ്. ആ ഫോട്ടോയിലുള്ള മറ്റു വ്യക്തികളുടെ അനുവാദമില്ലാതെയാണ് നിങ്ങളത് പങ്കുവെക്കുന്നതെങ്കിൽ IT ആക്ട് സെക്ഷൻ 66 ഈ പ്രകാരം അത് അയാളുടെ സ്വകാര്യതയിലേക്കുള്ള നിങ്ങളുടെ കടന്നുകയറ്റമാണ്. അത് കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. പിന്നെ കോടതിയുടെ മുന്നിൽ ചെന്നിട്ട്, സാറേ ഞാനത് തമാശയ്ക്ക് ചെയ്ത, ഇതൊന്നും ഇങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിയമമാണ് വലുത്. അതുകൊണ്ട് നിങ്ങൾ ചിത്രീകരിക്കുന്ന ഫോട്ടോയിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദം അവരോടൊന്ന് ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ കൊച്ചുകുട്ടികളുടെയോ വഴിയിൽ കാണുന്ന അപരിചിതരുടെയോ ഫോട്ടോ അവരുടെ സമ്മതമില്ലാതെ പങ്കുവെക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് അറിഞ്ഞിരിക്കുക. IT സെക്ഷൻ 66 ഈ പ്രകാരം ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് തമാശയ്ക്കാണെങ്കിൽ സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവർ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്നോ അവർ പോകുന്ന റൂട്ട് ഏതാണെന്നോ മനസ്സിലാക്കാൻ സൈബർ ക്രിമിനലുകൾക്ക് ഇത് വളരെ സഹായമാവും. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം. ഇനി ഇതിന്റെ ഗൗരവകരമായ മറ്റൊരു വശത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ന് ലോകം ഭയക്കുന്നത് AI മോർഫിംഗ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി സ്വപ്നവും AI തന്നെയാണ്. നിങ്ങൾ പങ്കുവെക്കുന്ന ഒരു നല്ല ഫോട്ടോ എടുത്ത് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ വഴി അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ ആക്കി മാറ്റാൻ ഇന്ന് ആർക്കും സാധിക്കും. എന്റെ ഫോട്ടോയൊക്കെ ആരെടുക്കാനാണെന്ന് ഒന്നും വിചാരിച്ചേക്കല്ലേ. ക്രിമിനലുകൾക്ക് അങ്ങനെയുള്ള മര്യാദയൊന്നുമില്ല എന്ന കാര്യം ഓർക്കുക.